ഉത്രട്ടാതി ജലമേള അത് എന്നാണ് നടക്കുക. 51 പള്ളിയോടങ്ങളാണ് മത്സര വള്ളംകളിയിൽ അണിനിരക്കുക. എ ബാച്ചിൽ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 16 പള്ളിയോടങ്ങളും 16 ഹീറ്റ്സുകളിലായാണ് മത്സരങ്ങൾ. ഓരോ ബാച്ചിലും കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന 4 പള്ളിയോടങ്ങളാകും ഫൈനലിൽ മാറ്റുരയ്ക്കുക. വിവരങ്ങളുമായി ഇപ്പോൾ സുജു ടി ബാബു ചേരുന്നു. സുജു, എങ്ങനെയാണ് ഉത്രട്ടാതി വള്ളംകളിയുടെ അവിടുത്തെ വിവരങ്ങൾ? അജിംഷാദ്, ഇപ്പോൾ അല്പസമയം മുമ്പ് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണ വള്ളംകളിയുടെ പതാക ചടങ്ങുമായി ബന്ധപ്പെട്ട് പതാക ഉയർത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആറന്മുള സത്രക്കടവിലാണ്. ഇവിടെ ആണ് ഇനിയും പമ്പാതീരത്ത് വള്ളംകളി നടക്കുക. ഉച്ചയോടെ നടക്കുന്ന വള്ളംകളി ഏറ്റവും ആവേശകരം പകരുന്ന ഒരു വള്ളംകളിയോടെയാണ്. പ്രത്യേകിച്ച് ഉത്രട്ടാതി ജലമേളയെ സംബന്ധിച്ചോളം അത് ഒരു കേവലം മത്സരത്തിനപ്പുറത്ത് ഒരു നാടിൻ്റെ ഉത്സവം തന്നെയാണ്. ഇപ്പോൾ നമ്മളൊപ്പം ഒരു പള്ളിയോടത്തിൻ്റെ പ്രതിനിധി ചേരുകയാണ്. ചേട്ടാ, വലിയ ആവേശത്തിലാണോ? വളരെ ആവേശത്തിലാണ്. അതായത് ഈ വള്ളംകളി നടക്കുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വള്ളംകളി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റിടങ്ങളിലെ വള്ളംകളി. അത് ഇതേ ആചാരപ്രകാരമുള്ള വള്ളംകളിയാണ്. ഭഗവാന്റെ നാളിൽ, ഉത്രട്ടാതി നാളിൽ എന്നുള്ള മഹത്വം ഈ ആറന്മുള കരയിലെയും ഈ കേരളത്തിലെമ്പാടുമുള്ള ആൾക്കാർക്കുണ്ട്. ഞാൻ ചെറാറം പള്ളിയോടത്തിൻ്റെ പേര്. ഈ പ്രാവശ്യം ജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. വഞ്ചിപ്പാട്ടിൻ്റെ താളത്തുള്ള ആചാര പെരുമയോടുകൂടിയുള്ള ഒരു കളിയായിരിക്കും ഞങ്ങളുടേത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ആചാര പെരുമയോടെ വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ തുഴയെറിഞ്ഞു വരുന്ന പള്ളിയോടങ്ങൾ അതൊരു ദൃശ്യവിസ്മയം കൂടിയാണ്. അതാണ് ആറന്മുള ഉത്രട്ടാതി ജലമേളയെ മറ്റുള്ള ഈ വള്ളംകളി മത്സരത്തിൽ നിന്നൊക്കെ വിഭിന്നമാക്കുന്നത്. അജിംഷാദ, തീർച്ചയായും അങ്ങനെ സംഗീതവും സാംസ്കാരികവും ഒക്കെ ചേർന്ന ഒരു മത്സരം എന്ന അർത്ഥത്തിൽ കൂടിയാണ് അതിൻ്റെ ഗരിമ വർദ്ധിക്കുന്നത്. ഇതാണ് അവിടെ കൂടിയിരിക്കുന്നവർ പറയുന്നത്. സുജു ടി ബാബുവാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.